ഇന്ത്യയിലെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സവിശേഷത രാജ്യത്തെ നിരവധി പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നു എന്നതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി ഐപ്സ്കോ സംസ്ഥാന കൺവെൻഷനും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവും വൈക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സവർണാധിപത്യപരമായ മനുവാദപരമായ പദ്ധതി ഓരോ ജാതിയിൽപ്പെട്ടവർ ദൂരം അളന്ന് അത്രയും ദൂരം കൂടെ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തീണ്ടലാണ് എന്നെല്ലാമുള്ള അസംബന്ധം. അത് ഹിന്ദുത്വത്തിന്റെ പേരിലാണ് സവർണ പ്രമാണങ്ങൾ നടപ്പാക്കിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഭിപ്രായം അതിനെ ചോദ്യം ചെയ്ത് തിരുത്തേണ്ടത് ആ വിശ്വാസ പ്രമാണ പദ്ധതിക്കുള്ളിൽ നിൽക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ബാരിസ്റ്റർ ജോർജ് ജോസഫ് അദ്ദേഹം ആവശ്യമുള്ള സമരത്തിൽ പങ്കെടുക്കാമെന്നപ്പോൾ ഗാന്ധി വേണ്ട, അവർ ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അംഗീകാരത്തോടെയാണ് TK മാധവൻ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിഷയം ഉന്നയിച്ചത്. ഇന്ത്യൻ നവോത്ഥാന പോരാട്ടത്തിലെ വലിയൊരു സമര പരീക്ഷണമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധമില്ലാത്തതുകൊണ്ട് മാത്രം സമാധാനം പുലരില്ല. പട്ടിണിയും ദുരിതങ്ങളും നിലനിൽക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൽ ശ്രീനാരായണ ഗുരു ശിവബോധത്തെയാണ് മനുഷ്യരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതെന്നും ശിവബോധം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണെന്നും വിഷയാവതരണം നടത്തിയ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ശിവബോധത്തിൽ ജാതിഭേദങ്ങൾ ഇല്ല, അഹിംസയും അക്രമരാഹിത്യവും ഊന്നിപ്പറഞ്ഞ ഗാന്ധി ഈ സമരത്തിലൂടെ മനുഷ്യബോധത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള കരുത്തുറ്റ പോരാട്ടത്തിലെ പാഠമാകാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിയണമെന്നും മുല്ലക്കര ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകത്തിന്റെ മുഖ്യമായ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള ശക്തികളും ഭിന്നിപ്പിക്കാനുള്ള ശക്തികളും തമ്മിലുള്ള മത്സരമാണ്. താൽക്കാലികമായിട്ടെങ്കിലും ലോകത്ത് പലയിടത്തും ഭിന്നിപ്പിക്കാനുള്ള ശക്തികളുടെ വിജയമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ചെയ്തിയുടെ പരാജയം. വൈക്കം ഇണ്ടന്തുരുത്തിമനയിലെ CK വിശ്വനാഥൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഐപ്സ്കോ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VV ബിനു അധ്യക്ഷത വഹിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശതാബ്ദി ആഘോഷത്തിൽ ഐപ്സോ പങ്കാളികളാകണം എന്ന തീരുമാനം ഐപ്സോ സംസ്ഥാന കമ്മിറ്റി എടുത്തപ്പോൾ ഞങ്ങൾ അന്ന് മുഖ്യ അതിഥിയായി ക്ഷണിക്കാൻ തീരുമാനിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. ജനാധിപത്യപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഗാന്ധിജി ഒരിക്കലും ഇതിൽ നിന്നിട്ടില്ല. ജവഹർലാൽ തർക്കമുണ്ടായി. തർക്കം എന്താ? കോൺഗ്രസിനകത്ത് തന്നെ ഇടതുപക്ഷ ചിന്തകളിൽ വളരണമെന്നുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് അന്ന് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഈ കാര്യങ്ങൾ വെച്ച് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ഏറ്റവും അവസാനമായി ശ്രീ ശശി തരൂർ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുമുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തേക്ക് ഞാൻ പോകേണ്ടി വരും എന്നുള്ളൊരു ഭീഷണിയുടെ സ്ഥലത്തിൽ മഹാത്മാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട്. അതിന് ഗാന്ധിജിയുടെ ഒരു മറുപടിയുണ്ട്, വളരെ ക്ഷോഭിച്ചുകൊണ്ടൊരു മറുപടി. ആ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമെന്നൊരു മട്ടിൽ മഹാത്മാഗാന്ധി തിരിച്ച് കത്തെഴുതുകയുണ്ടായി. വൈക്കം MLA CK ആശ, CR ജോസ് പ്രകാശ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ, CP നാരായണൻ, ഡോക്ടർ PK ജനാർദ്ദനൻ കുറുപ്പ്, അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ന്യൂസ് വൈക്കം.